ഇന്ന് എന്റെ മുമ്പിലുള്ളത് KSUവിന്റെ കാസർഗോഡ് ജില്ലാ ട്രഷററാണ് കാര്യപ്പെട്ട ആളാണ്. രാജ്യപ്പെട്ട സന്തോഷം. നിങ്ങളുടെ പേര്? ന്യൂമാൻ. എവിടെ നിന്ന് വരുന്നത്? അപ്പൊ ഓക്കെ, നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ നമ്മൾ എല്ലാവരും മെയിൻ റീഡ് ചെയ്യാറുണ്ടല്ലേ. അപ്പോ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് വായിക്കാൻ വേണ്ടിട്ട് പേടിയില്ല. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം മെന്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ മൈൻഡ് റീഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എത്രത്തോളം സക്സസ് ആവുന്നുള്ളത് അറിയില്ല, ചിലപ്പോ ഫോളോ ആവാൻ ചാൻസ് ഉണ്ട്. ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരു വസ്തു ഉണ്ട്, അത് ആളെ പേരാണ് വസ്തുവിന്റെ പേരാണ്? ഇങ്ങനെ ഒരു വ്യക്തിയാണ് അല്ലെ? ഓക്കെ, ആ വ്യക്തിനെ എനിക്കറിയാൻ സാധ്യതയുണ്ടോ? അറിയാൻ സാധ്യത അത്യാവശ്യം നല്ല പബ്ലിസിറ്റി ഉള്ള ആളാണ് അല്ലെ? ഇനി ഇപ്പോ പബ്ലിസിറ്റി ഒരുപാട് ആളുകളുണ്ട്, നിങ്ങളുടെ മനസ്സിലുള്ള ആള് ആരെന്നുള്ളത് എനിക്കറിയാൻ ചാൻസ് ഉണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ അതാണ് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുന്നുള്ളത്. പഠിക്കുന്നില്ലല്ലോ, ഫ്രീ ആയിട്ട് നിൽക്കാം. എന്റെ മനസ്സ് പടക്കുന്നുണ്ടോ നോക്കട്ടെ. മനസ്സ് കുറച്ച് എല്ലാം വായിക്കണം, വേണ്ട. അപ്പൊ അത് മാത്രം. അപ്പൊ നിങ്ങൾ വിചാരിച്ച ആളുണ്ട്, ഒരു വ്യക്തി എന്നല്ല പറഞ്ഞ, അയാളെ കുറിച്ച് മാത്രം ഒന്ന് മനസ്സിൽ വിചാരിക്കുക. അയാളെ കുറിച്ച് അയാൾ എന്തെങ്കിലും അറിയാൻ ഫീൽഡാണ്. ഇപ്പൊ നിങ്ങൾ ഒരു പൊളിറ്റീഷ്യൻ ആണ്, അപ്പൊ ആ ഫീൽഡ് ആണെങ്കിൽ അങ്ങനെ പറയണ്ട ഒന്നും, മനസ്സിൽ മാത്രം. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ മാത്രം ഇങ്ങനെ വിചാരിക്കാം. അയാളുടെ ഫീൽഡ് മാത്രം ചിന്തിക്കുക. കളിക്കാരനാണെങ്കിൽ അയാൾ കളിക്കുന്നത്, അയാൾ കളിയിൽ കിട്ടിയ ട്രോഫികൾ, പുരസ്കാരങ്ങൾ അങ്ങനെ ചിന്തിക്കുക. ഇനി അയാൾ പൊളിറ്റീഷ്യൻ ആണെങ്കിൽ ആ ഫീൽഡ് ചിന്തിക്കുക. അയാളുടെ മുഖം മാത്രം ഇങ്ങനെ, അയാളുടെ ഏജ് ചിന്തിക്കുകയാണെങ്കിൽ കുറച്ച് പ്രായമുള്ള ആൾ അല്ലെ, പ്രായമുള്ളതെന്ന് പറയണ്ട, മനസ്സിലിങ്ങനെ. ഓക്കെ, ഇനി അയാളുടെ പേര് മാത്രം മനസ്സിൽ എന്നോടൊന്ന് പറയാം. മനസ്സിൽ മാത്രം കൈ കൊണ്ട് കൈ ഷെയർ ചെയ്യുന്നുണ്ടാ? പഠിക്കണ്ട, അങ്ങനെയൊന്നും ചെയ്യാം. പേര് മാത്രം മനസ്സിൽ എന്നോട് ഇങ്ങനെ പറയാൻ വേണ്ടി പറയാം. ഇനീഷ്യലോ കാര്യങ്ങളുണ്ടോ? പേരിലെല്ലാം പേരുണ്ടോ? നോർമൽ പേര് മാത്രമാണ്? ഇനീഷ്യൽ ഉണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് പറ്റുമെങ്കിൽ ഇങ്ങനെ വിചാരിക്കാം. അത് ഇനീഷ്യൽ വിചാരിച്ചു. അപ്പൊ ഒന്നുകൂടി എളുപ്പമാണ്. ഞാൻ പറയുന്ന അക്ഷരം അതിലുണ്ടോ എന്നൊന്നും പറയാം. എം ഉണ്ടോ? അതൊന്ന് പറയാൻ ശ്രമിക്കുക. നിങ്ങളുടെ പേര് മാത്രം ഇവിടെ ഒരു ബിഗ് ആൻഡ് ബോൾഡ് ആയിട്ട് ഒരു സ്ക്രീനിൽ കാണുന്നുണ്ട് വിചാരിക്കുക. അയാളുടെ പേര് മാത്രം എഴുതിയിട്ടുണ്ട്. ആ ഇനിഷ്യലും മാറ്റിക്കോ. അയാളുടെ പേര് മാത്രം ഇങ്ങനെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുക. അയാളുടെ പേര് മാത്രം ഒന്ന് വായിക്കുക, മനസ്സിൽ മാത്രം വായിക്കുക. ഇങ്ങോട്ട് വെച്ചു. ഓക്കെ, ഞാൻ ഇനി പറഞ്ഞു നോക്കാം. ശരിയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ 50-50 ചാൻസേ ഉള്ളൂ. എന്ന് വിചാരിച്ചാല് MA യൂസ് വരികയാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് കയ്യിലൊരു പേപ്പർ തന്നിരുന്നു. അത് നിങ്ങൾ പറഞ്ഞതുമായിട്ടെന്തെങ്കിലും ബന്ധമുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോ? ഇല്ല അല്ലേ? നോർമലി ഈ പേപ്പർ സെലക്ട് ചെയ്ത് നിങ്ങളാണോ ഞാൻ നിങ്ങൾക്ക് തന്നാണോ? അല്ല, നീ സെലക്ട് ആക്കി തന്നാണോ ഞാൻ നിർബന്ധമായിട്ട് തന്നാണോ? ചൂസ് ചെയ്താണോ? നീ ചൂസ് ചെയ്തെടുത്തല്ലേ? അല്ല, ഞാൻ നിർബന്ധിച്ച് തന്നാണോ? രണ്ട് പേപ്പർ ഒന്ന് നീ ഇഷ്ടമുള്ള എടുത്തല്ലേ? അപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞതും ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ? ഒരു ചാൻസ് ഇല്ല. ആ പേപ്പർ ഓപ്പൺ ആക്കി ക്യാമറ കാണിച്ചു. അപ്പൊ താങ്ക് യു.